എങ്ങനെ ഒരു CPR കൊടുക്കണം? പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു, ബോധം പോകുന്നു, പെട്ടെന്ന് അയാൾക്ക് ഒരു CPR എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? നമ്മൾ ആദ്യം ഒരുപക്ഷെ ഈ CPR കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ചില വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണൊക്കെ മുകളിലേക്ക് മറിഞ്ഞു പോവുക, പെട്ടെന്ന് ഒരു ബോധക്ഷയം പോലെ തോന്നി, പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നിരപ്പായ ഒരു പ്രതലത്തിലേക്ക് കിടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കിടത്തി കഴിഞ്ഞതിന് ശേഷം ആദ്യം നോക്കേണ്ടത് കരോട്ടിഡ് പൾസ് നോക്കുക എന്നുള്ളതാണ്. കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തായിട്ടുള്ള പൾസാണ്. ഏറ്റവും അവസാനം പോകുന്നതും ഏറ്റവും ആദ്യം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള പൾസാണ് കരോട്ടിഡ് പൾസ്. അതിന് കുറച്ചുകൂടെ നല്ലൊരു ബൗണ്ടിങ് പൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാലും നമുക്ക് കിട്ടും. ഇപ്പൊ ജീവന്റെ അല്പമെങ്കിലും തുടിപ്പുണ്ടെങ്കിൽ കരോട്ടിഡ് പൾസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ആദ്യം കരോട്ടിഡ് പൾസ് ഉണ്ടോ എന്ന് നോക്കുക. കരോട്ടിഡ് പൾസ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി മറുവശത്ത് നോക്കുക. രണ്ടും ഒരേ സമയത്ത് ചെയ്യരുത്, അത് അപകടമാണ്. മറുവശത്ത് നോക്കുമ്പോഴും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആള് ശരിക്കും ബോധക്ഷയത്തിലായോ അല്ലെങ്കിൽ ആളിന് ജീവൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തോളിൽ തട്ടി 2-3 പ്രാവശ്യം തോളിൽ തട്ടുക എന്നുള്ളതാണ്. തോളിൽ തട്ടി വിളിക്കുക. എന്നിട്ടും റെസ്പോൺസ് ഇല്ല എങ്കിൽ മറ്റു പലരും അവിടെ കാണും, അവരുടെ സഹായം ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൂടെ തന്നെ പറയാം, ഞാനിപ്പോൾ സ്റ്റാഫ് നേഴ്സാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ആരോഗ്യ പ്രവർത്തകനാണ്, ഞാൻ പോലീസ് ഓഫീസറാണ്, ഞാൻ CPR ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുക. അപ്പൊ അവരുടെ ഒരു സഹായം വളരെ ആവശ്യമാണ്. അതിനുശേഷം CPR കൊടുക്കുക. CPR കൊടുക്കുമ്പോൾ ഹൃദയത്തിന്റെ ഇടതുവശത്തായിട്ടാണ് കൊടുക്കുന്നത്. ഇത് 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമ്മളൊരു മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. കാരണം നമ്മൾ ഹാർട്ടിനാണ് CPR കൊടുക്കുന്നത്, പക്ഷെ ഒപ്പം നമ്മൾ ശ്വാസോച്ഛ്വാസം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു മൗത്ത് ടു മൗത്ത് വേറൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ ആ സഹായം നിങ്ങൾക്ക് നേടാം. ഇല്ലെങ്കിൽ 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇത് നിർത്തിയിട്ട് 2-3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുക. മീൻവെയിൽ മറ്റ് അടുത്ത് ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ഈ പേഷ്യന്റിന്റെ കാല് പൊക്കി പിടിക്കാൻ പറയും. അപ്പോൾ കാലിൽ നിന്നുള്ള രക്തം തിരിച്ച് ഹാർട്ടിലേക്കും തലച്ചോറിലേക്കൊക്കെ വരുവാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഈ പ്രക്രിയ ഒരു 3-4 പ്രാവശ്യം ആവർത്തിക്കുക. ആവർത്തിച്ച് കഴിഞ്ഞതിന് ശേഷവും രക്ഷയില്ല എങ്കിൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇപ്പം ലുലുമാൾ പോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്കിപ്പം ഇലക്ട്രിക്കലായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ളതായ മെഷീൻസ് ഉണ്ട്. ആ മെഷീന്റെ സഹായത്തോടുകൂടി ഇലക്ട്രോ വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്.